ഈ അടിയന്തര പ്രമേയം ഈ രൂപത്തിൽ വന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഇതിനാധാരമായ പ്രശ്നങ്ങൾ നമ്മുടെ സഭയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ആദ്യം ചോദ്യോത്തര വേളയിൽ ബഹുമാന്യനായ മുതിർന്ന അംഗം ശ്രീ സണ്ണി ജോസഫാണ് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക പങ്കുവച്ചത്. അന്ന് ഞാൻ പറഞ്ഞ മറുപടി വളരെ വ്യക്തമായിരുന്നു. എന്നാൽ തുടർന്ന് ഡിമാൻഡ് ഡിസ്കഷൻ നടന്ന സമയത്ത് ബഹുമാന്യനായ MLA ശ്രീ മോൻസ് ജോസഫും ഈ വിഷയം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അന്ന് ഞാൻ മറുപടി പറഞ്ഞു. പക്ഷേ മറുപടി കേൾക്കാൻ ഭാഗ്യം മോൻസിനുണ്ടായില്ല എന്നുള്ളത് ഖേദകരമായി പോയി. അവർ സഭ വിട്ടിറങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് അതറിയാൻ ഒരു പക്ഷേ കഴിഞ്ഞു കാണില്ല. ഇതൊരു ആശയക്കുഴപ്പത്തിൻ്റെയോ ആശങ്കയുടെയോ നിഴലിൽ നിൽക്കേണ്ട സബ്ജക്റ്റല്ല. എന്തുകൊണ്ടാണ് പിന്നെ ഇതുണ്ടായത്? ഇതിനാധാരമായ വിഷയവും കൂടി മാത്രമാണ്. ഞാൻ എൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. നമ്മുടെ സംസ്ഥാനത്ത് ജലസംഭരണികളും അനുബന്ധ സാഹചര്യങ്ങൾ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിലെ നിർമ്മിതികളുമെല്ലാം പരീക്ഷിക്കേണ്ടതും നിലനിർത്തേണ്ടതുമെല്ലാം നമ്മുടെ ആവശ്യമാണ്. വേനൽക്കാലമാകുമ്പം ജലസംഭരണി കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. വർഷകാലമാകുമ്പോൾ അല്ലെങ്കിൽ ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് അതൊരു സുരക്ഷാ മാനദണ്ഡത്തിൻ്റെ ഭാഗമായി അതിനെ നമ്മൾ കെയർ ചെയ്യാനായിട്ടും സാധിക്കണം. അപ്പോൾ ഈ നിലയിലൊക്കെ നമ്മൾ സൂക്ഷിച്ചു പോരുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജലാശയങ്ങളെയും ജലസംഭരണികളെയും സംരക്ഷിക്കുവാനും അതിനെ പരീക്ഷിക്കാനുമൊക്കെയുള്ള ചുമതലയും ഉത്തരവാദിത്വവും നമ്മളിൽ നിക്ഷിപ്തമാണ്. നമുക്ക് നിലയിലുണ്ടായിരുന്ന സാഹചര്യം നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു സ്ഥിതിവിശേഷം പണ്ടേ കാലം മുതലുണ്ടായിരുന്നു. അതൊരാവശ്യമായിരുന്നു. ഏതൊരു നിർമ്മിതിക്കും ഇപ്പോഴും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റോ സംയുക്തമായ മേഖലയിൽ നിന്നോ NOC മേടിക്കുക എന്നുള്ളത് ഒരു നില തുടർന്ന് വന്നിരുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ കാണേണ്ടത് ഡാം സേഫ്റ്റി ആക്ട് വന്നതോടുകൂടി ഡാം സേഫ്റ്റി അതോറിറ്റി അതിൻ്റെ അധികാരങ്ങളില്ലായ്മപ്പെട്ടു. ആ ആക്ട് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഘട്ടങ്ങൾ ഇതിനുമായി ബന്ധപ്പെട്ടെടുത്ത് നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടും. എങ്കിൽ പോലും അതിനുശേഷം ജസ്റ്റിസ് രാമേന്ദ്രൻ അദ്ദേഹം ചെയർമാനായിക്കൊണ്ടൊരു കമ്മിറ്റി ഓരോ കേസുകളും പ്രത്യേകമായി പരിശോധിച്ച് അതിന് NOC നൽകി വരുന്ന സ്ഥിതിയായിരുന്നു തുടർന്ന് വന്നിരുന്നത്. ഈ ഘട്ടത്തിലാണ് ഒരു കേസ് നിലവിലുണ്ടായത്. ആ കേസിന് ആധാരമായ വിഷയം ഒരു റിസോർട്ട് കൺസ്ട്രക്ഷൻ KTS റിസോർട്ട് കൺസ്ട്രക്ഷൻ NOCക്കായി NOC കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ IDRB ചീഫ് എഞ്ചിനീയർക്ക് അപേക്ഷ നൽകി. അപ്പം 14/6/24 ഉത്തരവുകൾ IDRB ചീഫ് എഞ്ചിനീയർ NOC കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ പ്രസ്തുത അപേക്ഷ നിരസിച്ചു. പ്രസ്തുത കൺസ്ട്രക്ഷൻ ബാണാസുര സാഗർ ഡാമിനോട് വളരെ അടുത്താണ് എന്നതും പെർമനൻ്റ് കൺസ്ട്രക്ഷൻ ആണ് എന്നുള്ളത് കൊണ്ടും സർക്കാർ നിലവിൽ ഇറക്കിയ ഗൈഡ് ലൈൻസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ടും 10 മീറ്ററിനകത്ത് വരുന്നൊരു കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ഒരു ഡാമിൻ്റെ അവിടുന്ന് 10 മീറ്ററിൽ ഒരു റിസോർട്ടോ കൺസ്ട്രക്ഷൻ ഉണ്ടായാൽ എന്തായിരിക്കും സ്ഥിതി നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ. അപ്പോൾ ഇതിനുവേണ്ടി വ്യക്തമായ ഒരു സമീപനം രൂപപ്പെടുത്തി വരുന്ന സമയമായതുകൊണ്ട് അത് വരുന്നിടം വരെ കാത്തിരിക്കുക. ആ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ NOC നൽകാനാവില്ല എന്ന് കമ്മിറ്റി തീരുമാനിച്ചതിനെ കോടതിയിൽ ചോദ്യം ചെയ്തത്. അതോ കോടതി വന്നു, കോടതി ആ കാര്യം നിരീക്ഷിച്ചു. കോടതി ആ കേസ് നിരീക്ഷിച്ച ശേഷം അത്തരം കാര്യങ്ങളോട് എടുത്ത സമീപനം നമുക്ക് കാണാനായിട്ട് കഴിയും. അപേക്ഷകൻ്റെ പ്രധാന ആവശ്യം മേൽപ്പടിയാവിൻ്റെ സ്ഥാപനത്തിന് ടെമ്പററി NOC നൽകണം എന്നുള്ളതായിരുന്നു. 2/12/24 ഇടക്കാല ഉത്തരവിൽ കോടതി ഇപ്രകാരം നിരീക്ഷിച്ചു. കോടതി 2 ആഴ്ചയെങ്കിലും എടുത്താൽ മാത്രമേ വയനാട് ജില്ലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കാനാവൂ എന്ന് ഗവൺമെൻറ് ലീഡർ വാദിച്ചു. അപ്രകാരം ഗൈഡ് ലൈൻസ് അന്തിമമാക്കി കഴിഞ്ഞതിന് ശേഷം NOC നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനാവൂ. കോടതി അത് ശ്രദ്ധിച്ചു. 7/1/25 ഇടക്കാല ഉത്തരവിൽ കോടതി താഴെ പറയുന്ന നിരീക്ഷണവും നടത്തി. 26/12/24 സർക്കാർ ഇറക്കിയ ഉത്തരവ് പഠിക്കാനും അപഗ്രഥിക്കാനും ഗവൺമെൻറ് ലീഡർ സമയം ആവശ്യപ്പെട്ടു. കേസ് മാറ്റിവെച്ചു. ഞാൻ സുദീർഘമായി സംസാരിച്ച് പോകുന്നതിൽ ഇതാണ് സബ്ജക്റ്റ്. ഇതിനോടനുബന്ധമായി ഞാൻ ആ നോട്ടിൻ്റെ വിശദാംശങ്ങളിൽ കണ്ടു. നമ്മുടെ പയശ്ശി ഡാമിൻ്റെ അവിടെ നമ്പറുമായി ബന്ധപ്പെട്ട് ഉള്ള ചില വിഷയങ്ങൾ. ഒരു സുരേഷ് കുമാറിൻ്റെ അപേക്ഷ ജലവിഭവ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ലഭിച്ചു. വസ്തുവിൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തുന്നതിന് ആവശ്യമായ രേഖകൾ ആവശ്യപ്പെട്ടു. ലഭ്യമായ രേഖകൾ പരിശോധിച്ചപ്പോൾ പ്രസ്തുത കെട്ടിടം മാക്സിമം വാട്ടർ ലെവലിൽ നിന്ന് 10 മീറ്റർ ഉള്ളിലാണ് എന്ന് കണ്ടു. മുൻകൂർ അനുമതി ഇല്ലാതെ ഭാഗികമായി
പൂർത്തിയാക്കി നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ വിഷയമാണ് ഒന്ന്. അതോടെ ശ്രീമതി ദീപ ആ അപേക്ഷയിലും റിജക്റ്റ് ചെയ്തിട്ടില്ല. അത് പരിശോധിച്ച് വരികയാണ്. ഇതൊരു കെട്ടിടം വീടിന് വേണ്ടിയുള്ളതായതുകൊണ്ടും ഇത് റെഗുലറൈസ് ചെയ്യേണ്ട ആവശ്യം നിലവിൽ നമുക്ക് ഒരു വീടിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്തു കൊടുക്കേണ്ടതായതുകൊണ്ടും ഇത് നിരസിക്കുകയില്ല, അത് പരിഗണിക്കാൻ കഴിയുമെന്ന് ആദ്യമായി തന്നെ അടിയന്തര പ്രമേയ നോട്ടീസിലെ ആദ്യത്തെ കാര്യം ഞാൻ ശ്രദ്ധിക്കുകയാണ്. കാര്യം ഇത് റിജക്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ടാമത്തെ വിഷയം 26/4 ഇറക്കിയിട്ടുള്ള ഉത്തരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 12 ഇറക്കിയ ഉത്തരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ ജിയോ ഇറക്കാൻ ആധാരമായ വിഷയം ഞാൻ സൂചിപ്പിച്ചു. കോടതിയിൽ ഇങ്ങനെ ഒരു പരാമർശനം വരുമ്പോൾ ആ കേസിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കണം, ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കണം, ഡാമുകളെയും അതിനോടനുബന്ധമായി വരുന്ന നിർമ്മിതികളെയും ഏത് വിധത്തിലായിരിക്കണം എന്നതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഡാമിൻ്റെ അവിടുന്ന് ബഫർ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും ചെറിയ അകലം നമ്മൾ കാത്തു പരിപാലിക്കേണ്ടതില്ലേ? പട്ടയഭൂമിയിൽ അത്തരം നിർമ്മിതികൾ ചെയ്യുന്നതിന് അവകാശം വേണം എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം. പക്ഷേ അത് നമ്മൾ നിരീക്ഷിക്കേണ്ടത് പൊതുമരാമത്ത് വകുപ്പ് റോഡ്, ആ റോഡിൻ്റെ അവിടുന്ന് പട്ടയഭൂമി ആണെങ്കിൽ പോലും നിശ്ചിത അകലം കഴിഞ്ഞല്ലേ കൺസ്ട്രക്ഷൻ അനുവദിക്കൂ. ഇതൊക്കെ നമുക്ക് ആവശ്യമാണെന്ന് ആലോചിക്കാം. സഭയുടെ പൊതുചിന്താഗതിക്ക് വേണ്ടി ഞാൻ പറയുക. ഇപ്പം നമ്മുടെ വീടുകളിൽ നമ്മൾ ഇത് വെക്കുമ്പം സേഫ്റ്റി ടാങ്ക് ഉണ്ടാക്കാനായിട്ട് നോക്കുമ്പം ഒരു നിശ്ചിത അകലം പറയുന്നുണ്ടല്ലോ. എന്തിനാണെന്ന് പറയുന്നത്? ഇപ്പോൾ വരാൻ പോകുന്ന കലാമിറ്റിയോ മറ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടായാൽ അതിൻ്റെ സംരക്ഷണവും അല്ലെ അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഒക്കെ അവസരം രൂപപ്പെടുത്താൻ ആവശ്യമായ നടപടി മാത്രമേ ഉള്ളൂ. എങ്കിലും അർത്ഥശങ്കയ്ക്കടിയില്ലാതെ പറയുന്നു, ഈ വിഷയം കേരളത്തിൽ വല്ലാത്തൊരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്. ഇത് നമ്മുടെ ഒരു പൊതു ആവശ്യമായി കാണണം. പക്ഷേ ജനങ്ങളിൽ ഒരാശങ്ക നിലനിൽക്കുന്നു എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങളോട് യോജിപ്പ് പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പശ്ചാത്തലം നിലവിലുണ്ടെന്ന് പൊതുവിൽ ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു, ഗവൺമെൻറ് ചർച്ച ചെയ്യുകയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ 26/12 ഉത്തരവ് അത് അന്തിമമായി പരിഗണിക്കേണ്ടതില്ല. ചില മാറ്റങ്ങളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെയും ആ ഉത്തരവ് മാറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആശങ്കയില്ലാത്ത വിധത്തിൽ അത് മോഡിഫൈ ചെയ്യും. അതുകൊണ്ട് 26/12 ഉത്തരവ് ഇതോടുകൂടി തന്നെ അർത്ഥശങ്കയ്ക്കടിയില്ലാതെ മാറ്റപ്പെടുത്തി ഈ വിഷയം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് നിലപാട്.